പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് നിയമജ്ഞരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ, കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരോ, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമ ദിവ്യകാരുണ്യ യേശുവിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 27 വ്യാഴാഴ്ച, തപസ് കാലത്തിലെ 3-ാമത്തെ ആഴ്ച. ഈ രാത്രി ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ ധ്യാനം, ഈ സുവിശേഷ ഭാഗത്തെ അതിൻ്റെ തലക്കെട്ട് സുപ്രധാനമായ കൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട്, സുപ്രീം ലോ. നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ കൽപ്പന അത് സ്നേഹമാണ്. നിയമജ്ഞരിൽ ഒരുവൻ വന്ന് ഈശോയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈശോ അതിന് കൃത്യമായും വ്യക്തമായും ഉത്തരം പറയുന്നു. അവൻ ഒരു ഉത്തരമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഈശോ അതിൽ 2 ഉത്തരം ചേർത്ത് വയ്ക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണം, കൂടെയുള്ളവരെയും സ്നേഹിക്കണം. സ്നേഹം എന്ന കൽപ്പനയിലേക്ക്, സ്നേഹം എന്ന സത്യത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ഈ രാത്രി ഈശോനാഥൻ ചേർത്ത് പിടിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട കൽപ്പന ലേവ്യരുടെ പുസ്തകത്തിൽ, നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങളാണ്. ക്ഷേമ പ്രയർ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദജനം അവരുടെ നെറ്റിത്തടങ്ങളിൽ ഏലസ് പോലെ കെട്ടി അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ, അവരുടെ കട്ടിളപ്പടികളിൽ അവരുടെ നിയമം മുഴുവനും ഇതായിരുന്നു. ഇതിന് അപ്പുറം മറ്റൊരു ചിന്ത, മറ്റൊരു വാക്ക്, മറ്റൊരു ധ്യാനം അവർക്കില്ല. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുക. ആ ദൈവത്തെ സ്നേഹിക്കുന്നവന് കൂടെയുള്ളവനെയും അയൽക്കാരനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. അതിന് ഈശോയ്ക്ക് കൃത്യമായ സമ്മാനവും ഈ നിയമജ്ഞൻ നൽകുന്നുണ്ട്. എങ്കിലും ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്ത് ചെല്ലുമ്പോൾ 34-ാമത്തെ തിരുവചനം ഈശോ ആ യുവാവിനെ നോക്കി പറഞ്ഞതുപോലെ ഈ രാത്രി നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുന്നുണ്ട്, നീയും ദൈവരാജ്യത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല. നീയും ദൈവരാജ്യത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല. ഈ രാത്രി ഞാൻ എൻ്റെ ഈശോയിൽ നിന്ന് ഒട്ടും അകലെയല്ല. അവൻ്റെ ചൂടിൽ നിന്നും, അവൻ്റെ ചൂരിൽ നിന്നും, അവൻ്റെ സ്നേഹത്തിൽ നിന്നും, അവൻ്റെ കരുണയിൽ നിന്നും ഒട്ടും നമ്മൾ അകലെയല്ല. ഈ തപസ് കാലത്തിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് ഈ ഈശോയിലേക്ക് ചേരുകയാണ്. ആ ഈശോ നമ്മളെ നോക്കി പറയുന്നു, നീയും ഒട്ടും അകലെയല്ല. പക്ഷേ ഈശോ അതിന് പിന്നിൽ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്, നീ എന്നോട് കൂടെയില്ല. കൂടെ ആയിരിക്കാൻ വന്നവൻ്റെ കൂടെ ഞാനില്ല. അവൻ്റെ അകത്ത് ഞാനില്ല. അവൻ്റെ ഹൃദയത്തിൽ
ഞാനില്ലാതെ പോകുന്നുണ്ട്. എൻ്റെ സ്നേഹവും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളുമൊക്കെ അവന് ചേരാത്തതായി മാറുമ്പോൾ ഞാൻ അവനിൽ നിന്നും അകന്നു കഴിയുന്നവരായി മാറുന്നുണ്ട്. എൻ്റെ കുടുംബം ഈ തപസ് കാലത്തിൽ അവനോട് കൂടെയാണോ, അവനിൽ നിന്നും അകന്നു പോയതാണോ? ചുങ്കക്കാരനും പാപിയുമായ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു. പക്ഷേ യേശുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവകൽപ്പനകളൊക്കെ അവനെല്ലാമായിരുന്നുവെങ്കിലും അവൻ ദൈവത്തിലായിരുന്നില്ല. ധൂർത്തപുത്രനും അവൻ്റെ മൂത്തപുത്രനും ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടും, പിതാവിനോടൊപ്പം ജീവിച്ചിട്ടും അവനിൽ ചേർന്ന് നിന്ന് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആദവും ഹവ്വയും ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ദൈവത്തിൽ നിന്നും അകന്ന് സഞ്ചരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? നമുക്ക് ഈ തപസ് കാലത്തിലൂടെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. എൻ്റെ ഈശോ എന്നെ നോക്കി പറയുന്നു, നിന്റെ കുടുംബം, നിന്റെ പ്രവൃത്തികൾ ഒട്ടും ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. പക്ഷേ ആ ദൈവരാജ്യത്തിനും ദൈവഹിതത്തിനും ചേരുന്ന രീതിയിലല്ല, ആ ദൈവസ്നേഹത്തിന്, ആ ദൈവ നിയമത്തിന് ചേരുന്ന രീതിയിലല്ല എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ വിശ്വാസ ജീവിതം, എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, എൻ്റെ ദൈവിക ശുശ്രൂഷകൾ എന്ന് തമ്പുരാൻ ഈ രാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താം. ആവുന്ന വിധത്തിൽ നമ്മുടെ ശിരസ് ഈ ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈ ദൈവത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് പ്രാപിച്ചുകൊണ്ട് അവൻ്റെ നിയമത്തിൽ നമുക്ക് നമ്മെ തന്നെ സ്ഥാപിതമാക്കുവാനായിട്ട് നമുക്ക് ചേർത്ത് നിർത്താം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നിലേക്ക് അവിടുത്തെ സ്നേഹം നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ഹിതത്തിനനുസരിച്ച് പെരുമാറുവാൻ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. ഞാനും ദൈവരാജ്യത്തിൽ നിന്നും അകന്ന് ജീവിക്കാതെ അവിടുത്തോട് ചേർന്നും അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. ദൈവസ്നേഹമേ, അവിടുത്തെ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുമാറിൽ നമുക്ക് നിദ്രയിലാകാം. പുതിയൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ, നമുക്ക് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മടിത്തട്ടിലായിരിക്കാം. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ല ദിനവും നല്ല രാത്രിയും ആശംസിക്കുന്നു. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.